ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിലൊന്ന് അതിവേഗത്തിലുള്ള നഗരവൽക്കരണമാണ്. ഗ്രാമമെന്നോ നഗരമെന്നോ വേർതിരിവില്ലാത്ത വിധം പടർന്നു കിടക്കുന്ന നഗര തുടർച്ച കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ പശ്ചാത്തലത്തിൽ അടുത്ത 25 വർഷത്തെ വികസന ദിശ നിർണ്ണയിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറാക്കിയ നഗരനയത്തിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയതും കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. 2023-24 സംസ്ഥാന ബഡ്ജറ്റിലായിരുന്നു കേരളത്തിനായി ഒരു പ്രത്യേക നഗരനയം രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം സർക്കാർ നടത്തിയത്. തുടർന്ന് കേവലം ഒരു ഔദ്യോഗിക രേഖ എന്നതിലുപരി ശാസ്ത്രീയവും പ്രായോഗികവുമായ പഠനങ്ങളിലൂടെയാണ് ഇത് തയ്യാറാക്കിയത്. 2023 ഡിസംബറിൽ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള പ്രമുഖ വിദഗ്ധരെ ഉൾപ്പെടുത്തി കേരള നഗരനയ കമ്മീഷൻ നിലവിൽ വന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള വിവര ശേഖരണത്തിന് ശേഷം 2025 മാർച്ചിൽ കമ്മീഷൻ നവകേരള നഗരനയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഈ റിപ്പോർട്ട് കൂടുതൽ പരിഷ്കരിക്കുന്നതിനായി 2025 സെപ്റ്റംബറിൽ കൊച്ചിയിൽ ഒരു ആഗോള നഗര സംഗമം സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിലെ മേയർമാർ, നഗര ആസൂത്രകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവർ പങ്കെടുത്ത ഈ സമ്മേളനത്തിലെ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചാണ് നിലവിലെ നയം അന്തിമമാക്കിയത്. നഗരനയ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പ്രകാരം 2050 കേരളത്തിലെ ജനസംഖ്യയുടെ 80% നഗരങ്ങളിലായിരിക്കും അധിവസിക്കുന്നത്. മലനാടിനും തീരദേശത്തിനും ഇടയിലുള്ള ഇടനാടുകളിൽ ജനസാന്ദ്രത വർദ്ധിക്കുകയും വികേന്ദ്രീകൃതമായ നഗരവികസനം സംഭവിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തെ വെല്ലുവിളിയായല്ല, മറിച്ച് സാമ്പത്തിക വളർച്ചയുടെ ഒരു വലിയ അവസരമായാണ് സർക്കാർ കാണുന്നത്. കേരളത്തിന്റെ നഗരനയം പ്രധാനമായും 4 തൂണുകളിലായാണ് നിലനിൽക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്ന കാലത്ത് പരിസ്ഥിതിലോല പ്രദേശങ്ങളിലെ നഗരവൽക്കരണം വലിയ വെല്ലുവിളിയാണ്. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രീതിയിൽ ശാസ്ത്രീയമായ ആസൂത്രണം ഈ നയം വിഭാവനം ചെയ്യുന്നു. സ്മാർട്ട് ടെക്നോളജി ഉപയോഗിച്ച് പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നഗരവൽക്കരണം പലപ്പോഴും ചേരികൾക്കും അസമത്വങ്ങൾക്കും കാരണമാകാറുണ്ട്. എന്നാൽ കേരള മാതൃകയിൽ നഗര സൗകര്യങ്ങൾ സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവർക്കും ഒരുപോലെ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. സാമൂഹിക പിന്തുണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടെ നിർത്തുന്ന ഒരു നഗര സംസ്കാരം ഇതിലൂടെ ലക്ഷ്യമിടുന്നു. നഗരങ്ങളെ കേവലം താമസ സ്ഥലങ്ങളായല്ല, മറിച്ച് സാമ്പത്തിക ഉൽപാദന കേന്ദ്രങ്ങളായാണ് നയം വിഭാവനം ചെയ്യുന്നത്. IT, ടൂറിസം, വിജ്ഞാന, സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ അധിഷ്ഠിതമായ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നഗരങ്ങളെ സജ്ജമാക്കും. ജനകീയ ആസൂത്രണത്തിന്റെ കരുത്തുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കും. നഗരഭരണ സംവിധാനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൗഹൃദമാക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. നഗരനയം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി 5 പ്രധാന മേഖലകളെയാണ് സർക്കാർ തിരഞ്ഞെടുത്തത്. മാറുന്ന കാലത്തിനനുസരിച്ച് കാലഹരണപ്പെട്ട നഗര നിയമങ്ങളിൽ കാതലായ മാറ്റം വരുത്തും. ഭൂവിനിയോഗം, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ എന്നിവ ലഘൂകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ആധുനിക നഗര ആസൂത്രണത്തിൽ പരിശീലനം നൽകും. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, കുടിവെള്ള ലഭ്യത, പൊതുഗതാഗത സൗകര്യങ്ങൾ എന്നിവയിൽ വലിയ നിക്ഷേപം നടത്തും. ഓരോ പ്രദേശത്തിന്റെയും സവിശേഷതകൾക്കനുസരിച്ചുള്ള മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കും. പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ വേഗത്തിലും സുതാര്യവുമായും ഓൺലൈനായി ലഭ്യമാക്കും. നഗരനയം വിഭാവനം ചെയ്യുന്നത് ഒറ്റപ്പെട്ട മെട്രോ നഗരങ്ങളെയല്ല, മറിച്ച് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ചെറിയ പട്ടണങ്ങളുടെ ഒരു വലിയ ശൃംഖലയാണ്. ദീർഘദൂര യാത്രകൾ ഒഴിവാക്കി സ്വന്തം പട്ടണങ്ങളിൽ തന്നെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന രീതിയിലുള്ള നെയ്ബർഷിപ്പ് പ്ലാനിംഗ് ഇതിന്റെ ഭാഗമാണ്. നഗരവൽക്കരണം ഒരു തടയാനാവാത്ത പ്രക്രിയയാണ്. അതിനെ അലക്ഷ്യമായി വിടാതെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിയന്ത്രിക്കുക എന്നതാണ് കേരളം ചെയ്യുന്ന മാതൃക. പരിസ്ഥിതിയും വികസനവും കൈകോർക്കുന്ന ഒരു നവകേരള മാതൃകയാണ് ഈ നയത്തിലൂടെ വിഭാവനം ചെയ്യുന്നത്. 2050 ഈ ചുവടുവെപ്പ് കേരളത്തിന്റെ സാമ്പത്തിക, സാമൂഹിക ജീവിത നിലവാരം ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായിക്കും എന്നതിലും സംശയമില്ല.